നീ എൻ ജീവനിൽ ഭാഗം 15. അവൾ കറി വെക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ തുടങ്ങി. ശ്രീദേവും കിച്ചണിൽ വന്നിരിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാം, അവൾ പറഞ്ഞു. അത് വേണ്ട, നീ ഇങ്ങനെ ചെയ്യുമ്പോൾ നോക്കിക്കാണാൻ ഒരു പ്രത്യേക രസമൊക്കെയുണ്ട്, അവൻ പറഞ്ഞു. ഈ സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളെല്ലാം റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നോക്കരുത് കേട്ടോ മോനെ, ദക്ഷ അവന്റെ മൂക്കിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, പക്ഷേ എനിക്കെല്ലാം റിയൽ ലൈഫിലേക്ക് കൊണ്ടുവരാനാണ് ഇഷ്ടം, അവൻ പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. അവളുടെ ജോലിയിലേക്ക് കടന്നു. അപ്പോഴാണ് ശ്രീദേവ് പുറകിലൂടെ വന്ന് അവളെ ചുറ്റിപ്പിടിച്ചത്. അവളുടെ വയറിലായി കൈ അമർത്തിക്കൊണ്ട് ഷോൾഡറിൽ താടി കുത്തിക്കൊണ്ട് നിന്നു. മാറിക്കേ, ഞാനിത് വയ്ക്കട്ടെ, അവൾ പറഞ്ഞു. ഞാൻ ഇങ്ങനെ നിന്നത് കൊണ്ട് നീ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ജോലിക്ക് ആളെ വെക്കും, അവൻ പറഞ്ഞു. അയ്യോ വേണ്ടായേ, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അവൾ അവളുടെ ജോലികൾ തുടർന്നുകൊണ്ടിരുന്നു. പുറകിൽ നിന്നും യാതൊരു തരത്തിൽ ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ലെങ്കിലും അവന്റെ ചൂട് ശ്വാസം ഷോൾഡറിൽ പതിക്കുമ്പോൾ അവളുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയൊരു മാറ്റം അവൻ അറിയുന്നുണ്ടായിരുന്നു. ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ അവളെ ശല്യപ്പെടുത്താതെ തന്നെ നിന്നു. അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് പതിയെ അവളും കറി വെക്കാൻ തുടങ്ങി. അവൾ ചെയ്യുന്നതെല്ലാം അവനും നോക്കിക്കൊണ്ട് നിന്നു. അവൾ നീങ്ങുന്നത് അനുസരിച്ച് അവനും നീങ്ങിക്കൊണ്ടിരുന്നു. കറി വെച്ച് തീരുന്നത് വരെ അവൻ അത് ചെയ്തു. എല്ലാം കഴിഞ്ഞ് പാത്രം കഴുകാൻ പോയപ്പോഴും അത് തന്നെയായിരുന്നു അവസ്ഥ. പിന്നെ വന്ന് ഫിഷ് ഫ്രൈ ഉള്ളതും എല്ലാം പാനിലേക്ക് വെച്ചുകൊണ്ട് അവൾ കൈ കഴുകി വന്നു. അവന്റെ അടുത്തേക്ക് തിരിഞ്ഞു നിന്നു. അവളുടെ കൈ അവൾ അവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞു, ജോലിയെല്ലാം തീർന്നു, അവൾ പറഞ്ഞു. എന്നാ പോകാം, അവൻ ചോദിച്ചു. എങ്ങോട്ട്, അവൾ കണ്ണു ചുരുക്കിക്കൊണ്ട് ചോദിച്ചു. റൂമിലേക്ക്, അവൻ പറഞ്ഞു. എന്തിന്? എന്റെ പണി കഴിഞ്ഞിട്ടില്ല, ഇനി എനിക്ക് കുറച്ചുകൂടി പണിയുണ്ട്. ഇത്രയും നേരം ഞാൻ കൂടെ നിന്ന് സഹായിച്ചില്ലേ, അതിന് എനിക്കും എന്തെങ്കിലും പ്രതിഫലം തരണം, അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്നെ വന്ന് സഹായിച്ചത്, അവൾ ചോദിച്ചു. അങ്ങനെ പറയല്ലേ മോളെ, നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് അയാളെയും സഹായിക്കണം, അവൻ അവളുടെ ഇടുപ്പിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയൊക്കെയുണ്ടോ, അവൾ ചോദിച്ചു. ഉണ്ടല്ലോ, എന്നാലേ എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ പറ്റില്ല. ഇത് കണ്ടോ, കറി നോക്കണം, ഫിഷ് ഫ്രൈ റെഡിയാക്കണം, അതുകൊണ്ട് എന്റെ ദേവ് ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞ് അവിടെയുള്ള ടേബിളിനടുത്തേക്ക് അങ്ങനെ തന്നെ നിന്നുകൊണ്ട് അവനെ കൊണ്ടുവന്ന് ആക്കി. ഇവിടെ ഇരിക്കെ, ഞാൻ ആക്ടർ ശ്രീദേവിന് ഒരു ജ്യൂസ് ഉണ്ടാക്കി തരാം, അവൾ പറഞ്ഞു. എനിക്ക് ജ്യൂസ് വേണ്ട, അവൾ പറഞ്ഞതും അപ്പോൾ തന്നെ അവൻ പറഞ്ഞു. പിന്നെന്താ വേണ്ടത്? എനിക്ക് എനിക്ക് അവൻ അവളുടെ അടിമുടി ഒന്ന് നോക്കി. ഈ നോട്ടം അത്ര ശരിയല്ലല്ലോ, അവൾ പറഞ്ഞുകൊണ്ട് അപ്പോൾ തന്നെ അവന്റെ അടുത്ത് നിന്ന് മാറി കറിയും ഫിഷ് ഫ്രൈയും വെച്ചിരിക്കുന്ന അടുത്തേക്ക് വന്ന് നോക്കി. അതെല്ലാം നോക്കിക്കൊണ്ട് കിച്ചൺ കൗണ്ടറിന്റെ അടുത്ത് തന്നെ അവൾ ചാരി തിരിഞ്ഞു നിന്നു. ജ്യൂസ് വേണമെങ്കിൽ ഇപ്പൊ ഞാൻ ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ കോഫി, എന്താ വേണ്ടത്, അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു കഴിയുന്നതിന് മുമ്പ് അവിടെ നിന്ന് പോയതല്ലേ, ഇങ്ങോട്ട് വാ, അടുത്തേക്ക് വന്നാലേ അത് പറയാൻ പറ്റൂ, അവൻ പറഞ്ഞു. ഇല്ല, അടുത്ത് വന്നുകൊണ്ട് പറയണ്ട, അവിടെ നിന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞാ മതി. അങ്ങനെ പറയാൻ പറ്റില്ല, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റതും. വേണ്ട ദേവ്, ഞാൻ എൻ്റെ ജോലി ഒന്ന് തീർക്കട്ടെ, അവൾ പറഞ്ഞു. ജോലി തീർത്താൽ എൻ്റെ കാര്യം പരിഗണിക്കുമോ, അവൻ കണ്ണുകൾ വിടർത്തി ചോദിച്ചു. അത് കണ്ടതും അവൾ പുഞ്ചിരിയോടെ തലയണക്കി. സത്യം, ഉറപ്പായിട്ടും, അവൻ ചോദിച്ചു. ഉറപ്പായിട്ടും, അവൾ പറഞ്ഞു. എന്നാ ഒരു ജ്യൂസ് ആകാം, അവൻ പറഞ്ഞു. എന്നാ നമുക്കൊരു വെറൈറ്റിക്ക് ഇന്ന് ജ്യൂസ് എൻ്റെ ദേവ് ഉണ്ടാക്കിതാ, അവൾ പറഞ്ഞു. എപ്പോൾ ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ പോരെ മോളെ, ഞാൻ അടിപൊളിയായിട്ട് ജ്യൂസ് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ഇട്ടിരുന്ന ടീഷർട്ടിന്റെ കോളർ ഉയർത്തി കാണിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നു. ഫ്രൂട്ട്സ് ഒക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്, അവൾ പറഞ്ഞു. എനിക്കറിയാം, ഞാൻ വാങ്ങിക്കൊണ്ടുവന്നതല്ലേ, പിന്നെ ഏത് ജ്യൂസാ വേണ്ടത് എന്ന് പറ, അവൻ ചോദിച്ചുകൊണ്ട് ഫ്രിഡ്ജ് തുറന്നു. അതിലിരിക്കുന്ന ഫ്രൂട്ട്സിന്റെ ഒരു ബാസ്ക്കറ്റ് എടുത്തു. എൻ്റെ ദേവിന് ഇഷ്ടമുള്ളത്, അവൾ പറഞ്ഞു. എനിക്കിഷ്ടം നല്ല സ്ട്രോബെറി ജ്യൂസാണ്, പക്ഷേ അത് അങ്ങനെ ഇങ്ങനെയൊന്നും വാങ്ങാൻ കിട്ടില്ല. ആ സ്ട്രോബെറി കിട്ടണമെങ്കിൽ എൻ്റെ ദക്ഷക്കൊച്ച് തന്നെ വിചാരിക്കണം. പിന്നെ ആ സ്ട്രോബെറി ജ്യൂസ് മറ്റാർക്കും കൊടുക്കാനും പറ്റില്ല, അത് എൻ്റെയാണ്, അവൻ പറഞ്ഞു. നല്ല തമാശയാണല്ലോ, അവൾ ചോദിച്ചു. ഇതിലും നല്ല തമാശ ഞാൻ കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് വന്നതും ഓടി മാറാൻ പോയ അവളെ സമ്മതിക്കാതെ
അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. ഇടത് കൈകൊണ്ട് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവളുടെ കവളിൽ വലത് കൈകൊണ്ട് കുത്തിപ്പിടിച്ച് ചുണ്ടുകളിലേക്ക് ചുണ്ടുകൾ ചേർത്ത് കടിച്ചു നുണഞ്ഞു. ദക്ഷയുടെ കണ്ണുകൾ മുറുക്കി അടച്ചു. തൻ്റെ ജീവൻ വലിച്ചെടുക്കുന്നത് പോലെയാണ് അവൾക്ക് തോന്നിയത്. അവളുടെ കൈകൾ അവൻ്റെ ഷോൾഡറിൽ മുറുകി. എന്നിട്ടും വിടാതെ അവൻ ആസ്വദിച്ച് അവളുടെ ചുണ്ടുകളെ രണ്ടിനെയും അവൻ്റെ വായ്ക്കുള്ളിലാക്കി നുണഞ്ഞുകൊണ്ടിരുന്നു. അവളുടെ ഷോൾഡറിൽ പിടിച്ച കൈകളുടെ ബലം കുറയുന്നത് അറിഞ്ഞതും അവൻ പതിയെ അവൻ്റെ 2 ചുണ്ടുകൾ കൊണ്ടും അവളുടെ ചുണ്ടിനെ വലിച്ചു വിട്ടു. അവൾ പതിയെ കണ്ണു തുറന്നു നോക്കിയതും കുസൃതി ചിരിയോടെ നിൽക്കുന്ന അവനെ കണ്ടതും അവൾ മുഖം വെറുപ്പിച്ചു. മുറിച്ചോ എൻ്റെ ചുണ്ട്, തെമ്മാടി, അവൾ വിളിച്ചു. അതുകൂടി ആയതും അവൻ വീണ്ടും അവളെ പിടിച്ചു ചേർത്ത് അവളുടെ ചുണ്ടുകൾ ഒന്നുകൂടി നുണഞ്ഞു വിട്ടു. ഇപ്പോഴാണ് ഞാൻ തെമ്മാടിയായത്, അവൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ദാഹം മാറി. എനിക്ക് നല്ല സ്ട്രോബെറി ജ്യൂസ് കിട്ടി. ഇനി എൻ്റെ കൊച്ചിന് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞ് അവൻ ജ്യൂസ് ഉണ്ടാക്കാൻ തുടങ്ങി. അവൾ വേഗം വീണ്ടും കറി വച്ചിരിക്കുന്നത് നോക്കി. അവനുണ്ടാക്കിയ ജ്യൂസുമായിട്ട് അവളുടെ അടുത്തേക്ക് വന്നു. കുടിച്ചോ, നല്ല ദാഹം കാണും, അവൻ പറഞ്ഞുകൊണ്ട് അവൻ തന്നെ അവനുണ്ടാക്കിയ ജ്യൂസ് അവളുടെ ചുണ്ടിലേക്ക് വെച്ചു കൊടുത്തു. അവൾ ആ ഗ്ലാസ്സിൽ പിടിക്കാൻ പോയതും വേണ്ട, ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞ് അവൻ തന്നെ പിടിച്ച് ജ്യൂസ് മുഴുവനും അവളെ കൊണ്ട് കുടിപ്പിച്ചു. കുടിച്ചു കഴിഞ്ഞതും എങ്ങനെയുണ്ട്, അവൻ ചോദിച്ചു. കൊള്ളാം. ശ്രീദേവ് സാറ് പറയുമ്പോൾ വെറൈറ്റി ജ്യൂസുകൾ സെറ്റിൽ കിട്ടുന്നതല്ലേ, അങ്ങനെ പഠിച്ചതായിരിക്കും അല്ലേ, അവൾ ചോദിച്ചു. ഞാൻ ഏതോ ഒരു സിനിമയുടെ വർക്കിനായിട്ട് സിംഗപ്പൂർ പോയപ്പോൾ അവിടെ വെച്ച് കുടിച്ചതാണ് ഈ റെസിപ്പി ജ്യൂസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ കൊച്ചിന് ഇതുണ്ടാക്കി തന്നത്. അന്ന് ഇതുണ്ടാക്കി തന്ന റെസ്റ്റോറൻറ്റ് ഉടമ പറഞ്ഞത് ഇത് സ്ത്രീകൾക്ക് കുടിക്കുന്നത് നല്ലതാണ് എന്നാണ്. അവരുടെ ശരീരത്തിൻ്റെ തളർച്ച മാറാനും എല്ലുകൾക്ക് ബലം കിട്ടാനും എല്ലാം ഈ ജ്യൂസ് നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ തളർച്ചയൊന്ന് മാറിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഇത് തന്നെ ഉണ്ടാക്കിയത്, അവൻ പറഞ്ഞു. അതെ, ഈ ആക്രാന്തം മാറാൻ എന്തെങ്കിലും ജ്യൂസ് ഉണ്ടോ, അവൾ ചോദിച്ചു. എന്തിനാ, എന്തിൻ്റെ ആക്രാന്തമാണ്? അവളുടെ ചോദ്യം കേട്ടപ്പോൾ തന്നെ ശ്രീദേവിന് കാര്യം മനസ്സിലായെങ്കിലും അവൻ അറിയാത്തതുപോലെ ചോദിച്ചു. അത് പിന്നെ ഭാര്യയോടുള്ള, അവൾ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞതും അത് മാറില്ലല്ലോ മോളെ, അത് എത്ര ജ്യൂസ് കുടിച്ചാലും നിന്നോടുള്ള എൻ്റെ ആക്രാന്തം മാറില്ല എന്ന് പറഞ്ഞ് വീണ്ടും അവളുടെ ചുണ്ടുകളിൽ ഒന്ന് ചുംബിച്ചു. പിന്നെ അവൻ്റെ ചുണ്ടുകൊണ്ട് അവളുടെ ചുണ്ടിൽ ഒന്ന് നുണഞ്ഞു. മധുരം കുറച്ച് കൂടുതലായിരുന്നോ, അവൻ അവളുടെ ചുണ്ട് നുണഞ്ഞുകൊണ്ട് ചോദിച്ചു. പുറത്തെമ്മാടി, അവൾ പറഞ്ഞുകൊണ്ട് കിച്ചണിൽ നിന്നും പുറത്തേക്ക് ഓടി. ദക്ഷ, ഓടണ്ട, നീ വീഴുമേ, ശ്രീദേവ് പുറകെ ചെന്ന് പറഞ്ഞു. അവിടെ നിന്നാലേ ശരിയാകില്ല, അവൾ പറഞ്ഞുകൊണ്ട് റൂമിലേക്കാണ് പോയത്. ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് റെഡി ആവാൻ നോക്കാം, നമുക്കിതെല്ലാമായിട്ട് വിശ്വട്ടിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളതല്ലേ, അവൾ പറഞ്ഞു. ഞാൻ പാക്ക് ചെയ്യണോ, ശ്രീദേവ് ചോദിച്ചു. വേണ്ട, ഇനി കയ്യോ കാലോ ഇതൊക്കെ ആക്കി പൊള്ളിക്കണ്ട, ഞാൻ ചെയ്തോളാം. അത് മാത്രമല്ല മീൻ പൊടിഞ്ഞു പോകാതെ പാക്ക് ചെയ്യണം, അതുകൊണ്ട് ഞാൻ ചെയ്തോളാം, ഞാൻ വേഗം കുളിച്ചിട്ട് വരാം, അവൾ പറഞ്ഞുകൊണ്ട് വേഗം റൂമിലേക്ക് കയറി. എന്നാൽ ശ്രീദേവ് അവൾ പോകുന്നത് നോക്കി ചെറു പുഞ്ചിരിയോടെ നിന്നു. പിന്നെ കിച്ചണിൽ വന്ന് ഗ്ലാസ് കണ്ടെയ്നറുകൾ എടുത്തു വെച്ചു. അതിലേക്ക് മീൻ കറി അവൾ പറഞ്ഞതുപോലെ പൊടിഞ്ഞു പോകാതെ പകർത്തി വെച്ചു. ഫിഷ് ഫ്രൈകളും എടുത്തു വെച്ചു. എല്ലാം പാക്ക് ചെയ്ത് ഒരു ഫുഡ് കണ്ടെയ്നർ ബാഗിലേക്ക് വെച്ചു. കൈ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീദേവിന്റെ ഫോൺ റിങ് ചെയ്യുന്നത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വിശ്വമായിരുന്നു. ശ്രീ, നിങ്ങൾ എപ്പോഴാണ് വരിക? ഭക്ഷണം കഴിച്ചിട്ടാണോ വരുന്നത്, വിശ്വം ചോദിച്ചു. അവിടെ വന്നിട്ടേ കഴിക്കൂ. എടാ, ഇവിടെ അതിന് കറിയൊന്നുമില്ല, ഞങ്ങൾ പുറത്തുനിന്ന് കറികൾ ഓർഡർ ചെയ്യാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഇവിടുത്തെ പെണ്ണുങ്ങൾക്ക് ചോറ് വയ്ക്കാൻ അറിയാം, അത് കുറേ വെച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ചമ്മന്തി പോലും അരയ്ക്കാൻ അറിയില്ല എന്ന് ഇന്നാണ് മനസ്സിലായത്. നിനക്ക് ഏത് കറിയാണ് വേണ്ടത്, ഞാൻ വിളിച്ച് ഓർഡർ ചെയ്യാം. അതുപോലെ ദക്ഷയ്ക്കും അവളുടെ ഇഷ്ടവും എന്താണെന്ന് ചോദിക്ക്, എന്നിട്ട് നീ വിളിക്ക്, ഒരുമിച്ച് ഓർഡർ ചെയ്യാം. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ദക്ഷ പോകാനുള്ള ഒരു സെൽവാറും ഇട്ടുകൊണ്ട് വന്നു. ഒരുങ്ങിയാണ് വരുന്നത്. അവൻ അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. എങ്ങനെയുണ്ട്, അവൾ ചോദിച്ചു. നന്നായിട്ടുണ്ട്, എൻ്റെ പെണ്ണല്ലെങ്കിലും ഏത് ഡ്രസ് ഇട്ടാലും നല്ലതാണല്ലോ, അവൻ പറഞ്ഞു. അയ്യോ ദേവ്, ഇനി എന്നെ പതപ്പിക്കലേ, ഞാൻ ഒരു പ്രാവശ്യം കുളിച്ചതാ, ഇനിയെ എന്നെ പതപ്പിക്കണ്ട, അവൾ പറഞ്ഞു. ആണോ, ഞാൻ വിചാരിച്ച ഒന്നുകൂടി പതപ്പിക്കുകയും ചെയ്യും കുളിപ്പിക്കുകയും ചെയ്യും, കാണണോ, അവൻ ചോദിച്ചതും അയ്യോ വേണ്ട, സാറൊന്ന് ചെന്ന് റെഡിയായിട്ട് വരാമോ,
ഞാൻ അപ്പോഴേക്കും എല്ലാം എടുത്തു വെക്കാം. ഒന്നും എടുത്തു വെക്കേണ്ട, എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞു. ആണോ, എല്ലാം എടുത്തു വെച്ചോ? അവൾ ചോദിച്ചു. പിന്നല്ലാതെ, ഇപ്പോ എന്നെ വിശ്വം വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരെണ്ണത്തിനും ചമ്മന്തി പോലും ഉണ്ടാക്കാൻ അറിയില്ലെന്നും ചോറ് കുറെ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് ഏത് കറിയാണ് വേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചത്, ശ്രീദേവ് പറഞ്ഞു. അപ്പോ ദേവിന് പറയായിരുന്നില്ലേ വേണ്ട, നമ്മൾ കൊണ്ടുവരുന്നുണ്ടെന്ന്? അവൾ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വിളിക്കാനിന്ന്. സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ, പെട്ടെന്ന് നമുക്കിതെല്ലാം ആയിട്ട് കയറി ചെല്ലാം പോരെ? അവൻ ചോദിച്ചു. ആണോ, എന്നാ അത് മതി. എന്നാ വേഗം ചെന്ന് റെഡിയായിട്ട് വാ, അവൾ പറഞ്ഞു. ഞാനിത് തന്നെ ഇട്ടാ പോരെ? അവൻ ചോദിച്ചു. മതിയോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, അവൾ പറഞ്ഞു. അല്ലെങ്കിൽ വേണ്ട, എന്തിനാ ഞാൻ എൻ്റെ കൊച്ചിന് നാണക്കേട് ഉണ്ടാക്കുന്നത്? ഡ്രസ്സ് മാറിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി. അവൾ അപ്പോഴേക്കും കിച്ചണിലേക്ക് ചെന്നു. എല്ലാം ബാഗിലാക്കി വെച്ചിരിക്കുന്നത് കണ്ട് അവൾ അതെല്ലാം എടുത്ത് ലിവിംഗ് റൂമിലേക്ക് വന്നു. കിച്ചൺ ഡോറും എല്ലാം അടച്ചുകൊണ്ട് അവൾ ലിവിംഗ് റൂമിൽ വന്ന് ഫോൺ എടുക്കുമ്പോഴേക്കും ശ്രീദേവ് താഴേക്ക് ഇറങ്ങി വന്നു. പോകാം, അവൻ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ബാഗ് വാങ്ങി പുറത്തേക്ക് ഇറങ്ങി. അവർ കാറിൽ കയറി പോകുമ്പോൾ അടുത്ത വീട്ടിൽ നിന്നുള്ള 2 കണ്ണുകൾ അവരുടെ പുറകെയുണ്ടായിരുന്നു. ഞാൻ പിന്നെ സഞ്ജീവ് വിളിക്കുമെന്നാ വിചാരിച്ചത്. ഒരു ദിവസം കൊണ്ട് വിളിക്കാൻ മാത്രം അടുപ്പമൊന്നും സഞ്ജീവിന് നമ്മളുമായിട്ട് ഇല്ലല്ലോ. നന്നായി ആലോചിച്ച് അവൻ തീരുമാനം എടുക്കൂ, അശോക് സിൻഹ പറഞ്ഞു. ഇനി നമ്മളെങ്ങാനും വിളിക്കുന്നത് നോക്കിയിരിക്കുകയായിരിക്കുമോ? നാഗേന്ദ്രൻ ചോദിച്ചു. എന്നാ നീ ഒന്ന് വിളിച്ചു നോക്ക്, അശോക് സിൻഹ പറഞ്ഞതും നാഗേന്ദ്രൻ ഫോൺ എടുത്ത് സഞ്ജീവിനെ വിളിച്ചു. സഞ്ജീവ്, മറുഭാഗത്ത് ഫോൺ എടുത്തതും നാഗേന്ദ്ര സിൻഹ വിളിച്ചു. തന്റെ തീരുമാനം എന്തായി എന്നറിയാൻ ഒരു ആകാംക്ഷ, അതുകൊണ്ടാണ് ഞാൻ വിളിക്കുന്നത്. തനിക്ക് ബുദ്ധിമുട്ടായോ? നാഗേന്ദ്രൻ ചോദിച്ചു. ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്നെ തന്റെ കൂടെ കൂട്ടുമോ? നാഗേന്ദ്രൻ ചോദിച്ചു. തനിക്ക് എൻ്റെ കൂടെ കൂടണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ശരി, ഞാൻ കൂട്ടാം. പക്ഷെ അതിനു മുമ്പ് ഞാൻ തനിക്കൊരു ടാസ്ക് തരാം. വിജയിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടാം. ഒരു കുടിലതയോടെ സഞ്ജീവ് പറയുന്നത് കേട്ടതും എന്താണ് ടാസ്ക്? നാഗേന്ദ്രൻ ചോദിച്ചു. അടുത്ത ദിവസം ശ്രീദേവും ദക്ഷയും ഒരു ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ആ സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയാം, പക്ഷെ നീ അത് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ആ ദിവസങ്ങളിൽ അവരെ ഫോളോ ചെയ്യണം. നീ മാത്രമായിരിക്കില്ല അവരെ ഫോളോ ചെയ്യുന്നത്. ഞാൻ ഏർപ്പാടാക്കിയിരിക്കുന്ന വേറെയും ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് നീ ഇൻഫർമേഷൻ തരികയാണെങ്കിൽ, ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കുകയാണെങ്കിൽ, ഈ 2 കാര്യവും നീ ചെയ്യുകയാണെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടാം. അതുകൊണ്ട് നിനക്ക് ലാഭം മാത്രമേ ഉണ്ടാകൂ. പക്ഷേ ഈ ടാസ്കിൽ വിജയിച്ചാൽ മാത്രം, സഞ്ജീവ് പറഞ്ഞു. ഓക്കെ സഞ്ജീവ്, ഞാൻ ചെയ്യാൻ തയ്യാറാണ്, മറ്റൊന്നും ആലോചിക്കാതെ നാഗേന്ദ്ര സിൻഹ പറഞ്ഞു. എന്നാ പിന്നെ ഒന്നും നോക്കണ്ട, താൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോ. ഞാൻ പറഞ്ഞു അവര് എവിടെയാണ് പോകുന്നത് എന്ന് എനിക്കറിയാം. അത് തന്നോട് പറഞ്ഞു തരാനും എനിക്കറിയാം. പക്ഷെ വേണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കുന്ന ഒരാളെയാണ് ഇപ്പോൾ ആവശ്യം. അത് ശ്രീദേവിന്റെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റും, സഞ്ജീവ് പറഞ്ഞു. പക്ഷെ സഞ്ജീവ്, ഞാൻ ശ്രീദേവിന്റെ ഫാമിലിയിൽപ്പെട്ട ആളാണെങ്കിലും ശ്രീദേവുമായി എനിക്ക് യാതൊരു തരത്തിലുള്ള അടുപ്പവുമില്ല. ഒന്ന് സംസാരിച്ചിട്ട് തന്നെ കുറെ നാളായി എന്ന് തോന്നുന്നു. അങ്ങനെയുള്ളപ്പോൾ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ എനിക്ക് അവരുടെ കയ്യിൽ നിന്നും കിട്ടില്ല. എന്നാലും ഇൻഫർമേഷൻ ഞാൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കും. അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ എനിക്കറിയാം, നാഗേന്ദ്രൻ സിൻഹ പറഞ്ഞു. ഓക്കെ നാഗേന്ദ്രൻ, എനിക്ക് വഴിയല്ല അറിയേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ കറക്റ്റ് റിസൾട്ടാണ് എനിക്ക് കിട്ടേണ്ടത്. അതിനുവേണ്ടി തനിക്ക് എന്ത് വഴി വേണമെങ്കിലും സ്വീകരിക്കാം. എൻ്റെ ആവശ്യം ഇത്രയേ ഉള്ളൂ. അവർ എവിടെയാണ് ഷൂട്ടിങ്ങിനായിട്ട് പോകുന്നത്? അവിടെ എത്ര ദിവസം ഉണ്ടാകും? എവിടെയെല്ലാമാണ് അവർ ഷൂട്ട്? അവിടെ വെച്ച് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെ അറിയിക്കണം. ഇതാണ് എൻ്റെ ആവശ്യം, സഞ്ജീവ് പറഞ്ഞു. ഓക്കെ, ഞാൻ ഇതിന് സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെ സഞ്ജീവ്, ഇതിനുവേണ്ടി വേറെ ആരെയോ താൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ? അവരോട് ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവര് ഞങ്ങളെ ചതിക്കുമോ? നാഗേന്ദ്രൻ ചോദിച്ചു. ആരും എൻ്റെ കൂട്ടത്തിലുള്ളവർ ഇനി പരസ്പരം ചതിക്കില്ല. ഞാൻ അതിനനുവദിക്കില്ല. അതിനുവേണ്ട കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ഒരു കുടിലതയോടെ പറയുന്ന സഞ്ജീവിന്റെ വാക്കുകളിൽ ചെറിയൊരു സംശയത്തോടെയാണ് നാഗേന്ദ്രൻ കേട്ടത്. എന്നാ ശരി, ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് എന്നെ അറിയിക്കൂ. എന്നിട്ട് നിന്നെ ഞാൻ എൻ്റെ കൂടെ കൂട്ടാം. അത് വെറുതെ ഒരു കൂട്ടൽ ആയിരിക്കില്ല.
നിനക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥാനമായിരിക്കും ഞാൻ നിനക്ക് തരാൻ പോകുന്നത്, സഞ്ജീവ് പറഞ്ഞു. ഓക്കെ സഞ്ജീവ്, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നാഗേന്ദ്രൻ പിന്നീട് ഉള്ള കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു. ഇത് ഇത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ, ഇത് ചെയ്യാൻ ഇത്ര പാടൊന്നുമില്ലല്ലോ, അശോക് സിംഹ പറഞ്ഞതും അച്ഛാ, അച്ഛനിങ്ങനെ മണ്ടനാകരുത്. ഇത് നിസ്സാര കാര്യമാണെങ്കിൽ ഇത്രയും വലിയൊരു ടാസ്ക് പോലെ നമ്മളോട് ഇത് ചെയ്യാൻ സഞ്ജീവ് പ്രഭാകർ പറയില്ല. അതും ഇത്രയും വലിയൊരു ഓഫർ വെച്ചിട്ട്. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട്. അതുകൊണ്ട് ഇതിനു വേണ്ടി വേറെയും ആളുകളെ ഏർപ്പാടാക്കിയിട്ടിരിക്കുന്നത്. അത് എത്ര പേരുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഞാൻ. അപ്പോ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, എന്താണ് ഇതിന്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇതിന്റെ പുറകെ ഇറങ്ങിത്തിരിക്കുമ്പോൾ മാത്രമേ എന്താണ് കാര്യമെന്ന് നമുക്ക് മനസ്സിലാകൂ. പിന്നെ ശ്രീദേവ് വെറുതെ ഒരു യാത്ര നടത്തില്ല. അവന്റെ പുറകിൽ ശക്തമായ സെക്യൂരിറ്റി ഉണ്ടാകും. കാരണം സഞ്ജീവിനെ കുറിച്ച് നമ്മൾ കരുതിയതിനേക്കാൾ നന്നായി അറിയാവുന്ന ആളാണ് ശ്രീദേവ്. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള പ്രൊട്ടക്ഷൻസും എടുത്തിട്ടുണ്ടാകും. പിന്നെ ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞേക്കാം. കൈവിട്ടു പോകും എന്ന് അറിയുമ്പോൾ രക്ഷപ്പെടാനായിട്ട് നമുക്ക് തണല് തന്നിരിക്കുന്ന വൃക്ഷമാണെങ്കിൽ പോലും, നമ്മളെ സംരക്ഷിച്ചു നിൽക്കുന്ന കൈകൾ ആണെങ്കിൽ പോലും തട്ടിക്കളഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കിക്കൊള്ളണം, അശോക് സിംഹ പറഞ്ഞു. അതത്രയേ ഉള്ളൂ. രക്ഷപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകും. അവിടെ ആരെ വേണമെങ്കിലും ഞാൻ ഒറ്റും, നാഗേന്ദ്രൻ പറഞ്ഞു. അച്ഛൻ വരുന്നില്ലല്ലോ, നാഗേന്ദ്രൻ ചോദിച്ചു. ഇല്ല, നീ പോയിട്ട് വന്നാ മതി. രണ്ടുപേരും കൂടി ഇറങ്ങണ്ട. നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് ശ്രീദേവിന്റെ കണ്ണിൽ പെടേണ്ട. നീ മാത്രം പോയാൽ നിനക്ക് രക്ഷപ്പെടാനാണെങ്കിലും എന്ത് കാര്യത്തിനും നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ കൂടിയുണ്ടെങ്കിൽ നിനക്കത് ഒരു ബുദ്ധിമുട്ടാകും. അശോക് സിംഹ തന്ത്രപരമായി അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.